ഇന്ന് ലോകത്ത് ഓരോ മിനിറ്റിലും 278 കുട്ടികളുടെ ജനനം. മരണമോ ഓരോ മിനിറ്റിലും 110. പുതിയൊരു ജനസംഖ്യാ ദിനം കൂടെ, ജൂലൈ 11. 1987 ജൂലൈ 11 തീയതിയാണ് ലോക ജനസംഖ്യ 500 കോടി കടന്നത്. ആ ദിവസമാണ് ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത്. അനിയന്ത്രിതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോക ജനസംഖ്യയുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുകയാണ് നമ്മൾ ഈ ജനസംഖ്യാ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ജനസംഖ്യാ വർധനവ് നേട്ടമോ കോട്ടമോ? ആയിരത്തി 1987 ലോക ജനസംഖ്യ 500 കോടി. ഇപ്പോൾ 2023 ലോക ജനസംഖ്യ 800 കോടി. 36 വർഷത്തിൽ 300 കോടിയുടെ വർധനവ്. ഭൂഖണ്ഡങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധനവ് ഉള്ളത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്, ഏകദേശം 2.37%. ഏറ്റവും കുറവ് ജനസംഖ്യാ വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് യൂറോപ്യൻ കോണ്ടിനെന്റിലാണ്, -0.17%. മുന്നിലുള്ള, അതായത് 2022 ജനസംഖ്യയെക്കാളും വളരെ കുറവാണ് യൂറോപ്പിൽ ഇപ്പോഴുള്ളത്. Now, India is the most populous country on earth. 2023 ചൈനയുടെ 140 കോടി ജനസംഖ്യയെ മറികടന്ന് ഇന്ത്യ ഒന്നാമതെത്തി. UN-ന്റെ കണക്കനുസരിച്ച് ഇന്ത്യ 2027 ഇത് മറികടക്കേണ്ടത്. 4 വർഷം മുൻപേ നമ്മൾ മറികടന്നിരിക്കുന്നു. ഈ വസ്തുത തന്നെ ഭയക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നാൽ 47% ഇന്ത്യൻ ജനങ്ങളും യുവാക്കളാണ് എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു ഘടകം. 47% ജനങ്ങളും 25 വയസ്സിന് താഴെയുള്ളവരാണ്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 350 ദശലക്ഷമായിരുന്നു. 1951 ആയപ്പോഴേക്കും ഈ ജനസംഖ്യയിൽ 2.3% വർധനവ് രേഖപ്പെടുത്തി. ഈ വർധനവ് ഇന്ത്യയുടെ ഭാവിയെ ബാധിക്കും എന്ന ചിന്തയിൽ 1952 ഫാമിലി പ്ലാനിംഗ് അല്ലെങ്കിൽ കുടുംബാസൂത്രണം ഇന്ത്യ നടപ്പിലാക്കി. കുടുംബാസൂത്രണം നടപ്പിലാക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 1997 ഇന്ത്യ 100 കോടി എന്ന സംഖ്യ കടന്നു. ചൈനയാണെങ്കിലോ 1982 തന്നെ 100 കോടി കടന്നിരുന്നു. ഏകദേശം 15 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ചൈനയെ മറികടന്നത്. എന്നാൽ 2023 ആയപ്പോഴേക്കും ഇന്ത്യ ചൈനയെ പിന്തള്ളി 1ാം സ്ഥാനത്തെത്തി ജനസംഖ്യ. ചൈനയെ ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ചത് അവരുടെ 1 ചൈൽഡ് പോളിസിയാണ്. ഫാമിലി പ്ലാനിംഗ് വഴി ഇന്ത്യ നടപ്പിലാക്കിയത് 2 ചൈൽഡ് പോളിസിയാണ്. ഹം ദോ ഹമാരേ ദോ എന്ന സ്ലോഗനെ അടിസ്ഥാനപ്പെടുത്തി 2 ചൈൽഡ് പോളിസിയാണ് ഇന്ത്യ നടപ്പിലാക്കിയത്. ഫാമിലി പ്ലാനിംഗ് ആദ്യമായി നടപ്പിലാക്കിയത് ഇന്ത്യയിലാണ്. ഇന്ത്യൻ ജനത എന്നുള്ളത് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരാണ്, വ്യത്യസ്ത സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ്, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ഇന്ത്യൻ ജനതയിൽ, നാനാത്വത്തിലുള്ള ഈ ഇന്ത്യൻ ജനതയിൽ ഫാമിലി പ്ലാനിങ്ങിൻ്റെ ആശയങ്ങൾ മറ്റുള്ള രാജ്യങ്ങളെപ്പോലെ ഒരേ രീതിയിൽ എത്തിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. ഈ ജനസംഖ്യാ വർധനവിൻ്റെ കാരണങ്ങളൊന്ന് നോക്കാം. വർദ്ധിച്ചു വരുന്ന ആയുർദൈർഘ്യം, കുടുംബാസൂത്രണത്തിൻ്റെ അഭാവം, കുറഞ്ഞ പ്രായപരിധിയിലുള്ള വിവാഹം, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം. ഈ അമിത വളർച്ചാ നിരക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയെയും ജീവിത നിലവാരത്തെയും ബാധിക്കുന്നതോടൊപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും വിഭവ ദൗർലഭ്യത്തിനും കാരണമാണ്. ജനസംഖ്യാ വർധനവ് തടയാൻ സുസ്ഥിരവും പ്രബലവുമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുകയേ വഴിയുള്ളൂ. അതിനായി കുടുംബാസൂത്രണം പ്രോത്സാഹിപ്പിക്കണം. വിവാഹപ്രായം കൂട്ടുകയോ ആൺകുട്ടികൾക്ക് 21 പെൺകുട്ടികൾക്ക് 18 എന്ന പ്രായപരിധി ഉറപ്പായും പാലിക്കുകയോ ചെയ്യണം.
കുടുംബത്തിലെ 2 കുട്ടികൾ തമ്മിലുള്ള അന്തരം കുറഞ്ഞത് 5 വർഷമാക്കണം. കുട്ടികളുടെ എണ്ണം 2-ൽ കൂടാതെ ശ്രദ്ധിക്കണം. പബ്ലിക് ഹെൽത്ത് സർവീസ് ഇംപ്രൂവ് ചെയ്യണം. ഭൂമിയിലെ ലാൻഡ് ഏരിയ കൃഷിക്കും മറ്റു ഉൽപാദന ആവശ്യങ്ങൾക്കുമായി പരമാവധി ഉപയോഗിക്കണം. ഫലപ്രദവും നൂതനവുമായ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കണം. വിദ്യാഭ്യാസത്തിന് ഉറപ്പായും ഊന്നൽ നൽകണം. ശരിയായ വ്യാവസായികവൽക്കരണം നടത്തണം. ജനസംഖ്യ കുറയ്ക്കാനുള്ള ഗവൺമെന്റ് പോളിസീസ് ഉറപ്പായും കൊണ്ടുവരണം. സ്ത്രീ ശാക്തീകരണം നടത്തണം. ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. അനിയന്ത്രിതമായ ഈ വളർച്ച നമ്മൾ നിയന്ത്രിച്ചേ മതിയാകും. അതിന് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ഭൂമിക്ക് പരിമിതമായ ജനങ്ങളെ നിലനിർത്താനുള്ള ശേഷി മാത്രമേ ഉള്ളൂ. ജനസംഖ്യയുടെ സമൃദ്ധിക്കനുസരിച്ച് വിഭവ ലഭ്യത കുറഞ്ഞു വരികയാണ്. നമ്മെ തീറ്റിപ്പോറ്റാൻ നാം നമ്മെ ബലിയാടാക്കരുത്.